നമസ്കാരം. പല്ലിനെ കുറിച്ച് പല രീതിയിലും വിശേഷണങ്ങളുണ്ട് അഥവാ വിശേഷിപ്പിക്കുന്നതാകുന്നു. മുല്ലമുട്ട് പോലെയുള്ള പല്ലുകൾ എന്നിങ്ങനെ കവികൾ വിശേഷിപ്പിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നതാകുന്നു. എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ പല്ലുകൾ ഉണ്ടാകണം എന്നില്ല. പലർക്കും പല രീതിയിലുള്ള പല്ലുകൾ തന്നെയാണ് ഉണ്ടാവുക. ചിലർക്ക് പല്ലിന് വിടവ് ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ളത് ഭംഗിയും അഭംഗിയുമായി തന്നെ പലരും കണക്കാക്കുകയും കരുതപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സൗന്ദര്യശാസ്ത്ര പ്രകാരം പല്ലിന് വിടവുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതാണ്. എന്തെല്ലാമാണ് ഇത്തരത്തിൽ പല്ലിന് വിടവുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് സൗന്ദര്യശാസ്ത്രത്തിൽ പരാമർശിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഭാഗ്യം കൂടുതലാണ് എന്നാണ് സൗന്ദര്യശാസ്ത്ര പ്രകാരം പരാമർശിക്കുന്നത്. ആദ്യത്തെ പ്രത്യേകതയും ഇത് തന്നെയാണ്. കാരണം ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യം അനുകൂലമാവുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം. അതിനാൽ ജീവിതത്തിൽ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്താം. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചില വ്യക്തികൾ ഏവർക്കും സ്വീകാര്യരായിരിക്കും. എന്നാൽ ചില വ്യക്തികൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാവർക്കും സ്വീകാര്യരാണ് എന്നതാണ് പ്രത്യേകത. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നതും വാസ്തവമായ കാര്യമാണ്. ഏവർക്കും ഇവരെ ഇഷ്ടമായിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടും അത്തരത്തിൽ സംഭവിക്കാം. അതിനാൽ പല്ലിന് വിടവുള്ള വ്യക്തികളാണ് എങ്കിൽ ഇത്തരത്തിലൊരു കാര്യവും ഇവരെ തേടിയെത്തും എന്ന് തന്നെ പറയാം. കൂടാതെ ഏവർക്കും ഇവർ പ്രിയപ്പെട്ടവരാണ്. ഏവർക്കും ഇവരോട് വളരെയധികം താല്പര്യവും സ്നേഹവും തോന്നും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ വളരെയധികം സൗഹൃദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. എപ്പോഴും മറ്റുള്ളവർ സഹായത്തിനായി ഓടിയെത്തുകയോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമാവുകയും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ പ്രശംസ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. മറ്റുള്ളവർ ഇവരെ അകമഴിഞ്ഞ് പ്രശംസിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കൂടാതെ ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കും. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കാം. എന്നാൽ പൊതുവെ താരതമ്യേന നോക്കുകയാണ് എങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം. കൂടാതെ ഇവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കുന്നവർ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ ശ്രമിക്കുകയും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയും ആ ലക്ഷ്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവരുമാണ് പൊതുവെ ഈ വ്യക്തികൾ. അതിനാൽ തന്നെ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ അഥവാ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ വളരെ വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കഠിനാധ്വാനം ചെയ്യും എന്നതും ഇവരുടെ പ്രത്യേകത തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഇവർക്ക് പല വിജയങ്ങളും സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതും. ഇവർ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ആ കഠിനാധ്വാനത്തിന്റെ ഫലം ഇവർക്ക് ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനും വഴങ്ങില്ല എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. പല അവസരങ്ങളിലും ഇത്തരത്തിൽ പല ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാതിരുന്നിട്ടുണ്ട് എന്നതും വാസ്തവങ്ങളായ കാര്യം തന്നെയാകുന്നു. കൂടാതെ ജീവിതത്തിൽ എത്ര ഭയപ്പെടുത്തിയാലും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഇവർ പിന്തിരിയുന്നതല്ല. ഇവർക്ക് സ്വമനസാലെ തോന്നിയാൽ മാത്രമേ ഇവർ പിന്തിരിയൂ. അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ ഭീഷണിയാൽ ഒരിക്കലും പിന്തിരിയില്ല എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. ഇവർ സാഹസികരാണ്. സാഹസികത വളരെയധികം ഇഷ്ടപ്പെടുന്നവരും അത്തരം കാര്യങ്ങൾ പൊതുവെ ചെയ്യുന്നവരുമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ
സാധ്യത കൂടുതൽ തന്നെയാണ്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. പരമാവധി സാഹസികമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പല പ്രശ്നങ്ങൾക്കും അത് കാരണമായി തീരാം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യം തന്നെയാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ഈ വ്യക്തികൾക്ക് അത്തരത്തിൽ അസാമാന്യമായ ബുദ്ധിശക്തി ഉണ്ടാകും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. പല കാര്യങ്ങളും ഇവർക്ക് ബുദ്ധിപരമായി തന്നെ ചിന്തിച്ച് അത് തനിക്ക് അനുകൂലമാക്കുവാനോ അതുമൂലം ലാഭം വർദ്ധിപ്പിക്കുവാനോ ഇവർക്ക് സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ അസാമാന്യ ബുദ്ധിശക്തിയുള്ള ഇവരെ പെട്ടെന്ന് പറ്റിക്കുക, ചതിക്കുക സാധ്യമായ കാര്യമല്ല. പലരും സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല സമയങ്ങളിലും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് എളുപ്പമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം സർഗാത്മകമായ കഴിവുകൾ ഇവർക്കുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. സർഗാത്മകമായ ശക്തിയാൽ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. അതായത് മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കുന്ന കഥകൾ, കവിതകൾ, അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിൽ പ്രത്യേകതകളും ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം. കൂടാതെ പുതിയ കാര്യങ്ങൾ പഠിക്കണം, ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. അത്തരത്തിലുള്ള ഒരു ത്വര ഇവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഇത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളും എപ്പോഴും പരാമർശിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. സംസാരപ്രിയരാണ് എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ സംസാരപ്രിയരാണ് എങ്കിൽ പോലും മറ്റുള്ളവരെ സംസാരിച്ച് മുഷിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യാത്തവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം ഇവർക്കുണ്ട്. മനസ്സിൽ ഒന്ന് വച്ച് പുറത്ത് മറ്റൊരു രീതിയിൽ പെരുമാറുക, അത്തരത്തിലൊരു രീതി ഇവർക്കില്ല എന്നതാണ് വാസ്തവം. മനസ്സിലുള്ള കാര്യങ്ങൾ അത് ഇവർ പുറത്ത് പറയുക തന്നെ ചെയ്യും. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. പക്ഷേ ഇവർ അത്തരം കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുകയോ അത്തരത്തിൽ മുന്നോട്ടു പോകുന്ന വ്യക്തികളല്ല എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും വന്നു ചേരാം. പലപ്പോഴും സാമ്പത്തികപരമായി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്നതാണ്. പല പ്രശ്നങ്ങളും വന്നു ചേരാം. എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്ന സാമ്പത്തികപരമായ പ്രതിസന്ധികൾ അത് എത്ര വലുതാണ് എങ്കിലും അത് പരിഹരിക്കുവാൻ ഇവർക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുന്നവർ തന്നെയാണ് ഇവർ. സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. പണം പെട്ടെന്ന് ചിലവഴിക്കുന്നവരാണ് എന്നത് ഇവരുടെ ഒരു പ്രശ്നം തന്നെയാകുന്നു. പലപ്പോഴും കയ്യിലേക്ക് ധനം വരികയും ആ ധനം പലപ്പോഴും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കണം എന്നില്ല. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ, പണം കൈകളിലേക്ക് വരുമ്പോഴേക്കും ചിലവ് വന്നു ചേരാം. അതിനാൽ തന്നെ ധനനഷ്ടം സംഭവിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവർക്ക് വന്ന് ചേരാവുന്നതാണ്. അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഉത്തമമാണ്. അതല്ല എങ്കിൽ സാമ്പത്തികപരമായി വിചാരിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ വന്ന് ചേരണം എന്നില്ല. ധനം കൈകളിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പ്രധാനമായും ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണ് ഇവർക്കുള്ളത്. അതേപോലെ തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരാവുന്നതാണ്.